ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കപ്പ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കപ്പ കൃഷിയെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ കപ്പ കൃഷി ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കപ്പക്കൊമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കപ്പക്കൊമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മുട്ടടുപ്പമുള്ള ഇതുപോലെ നോക്കിയത് ഇപ്പോൾ ഞാൻ എടുത്താണെങ്കിൽ കമ്പുകൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മുട്ട് അടുപ്പമുള്ള കമ്പുകൾ നോക്കി വേണം കേട്ടോ തിരഞ്ഞെടുക്കാനായിട്ട്. അതുമാത്രമല്ല കേട്ടോ, നല്ല മൂത്ത കമ്പ്, അതായത് നന്നായിട്ട് മൂത്ത് പറിച്ച കപ്പയുടെ കമ്പ് നോക്കി വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് കപ്പ നടാനുള്ള സ്ഥലം ഒന്ന് ഒരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ ചേന കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഓണമായിട്ട് ഞാനിവിടുന്ന് ഒരു ചേന പറിച്ചിരുന്നു. അപ്പോൾ ബാക്കി ചേനകൾ പറിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചേനയൊന്ന് പറിച്ച് മാറ്റാം. അപ്പോൾ ചേമ്പും ചേനയൊക്കെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചേനയൊക്കെ ഒന്ന് പറിച്ച് മാറ്റാം. ചേന ഞാൻ പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നടാൻ പോകുന്ന സ്ഥലത്തായിട്ട് നമ്മൾ കൂന കൂട്ടിയാണ് കേട്ടോ നടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി കുമ്മായം ഇട്ട് കൊടുക്കാം. കുമ്മായം നമ്മൾ കൂന കൂട്ടുന്ന സ്ഥലത്തായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മണ്ണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുമ്മായം എല്ലാം മണ്ണിൽ മിക്സ് ആയിക്കോളും. കൊത്തി ഇളക്കിയിട്ട് നമുക്കിതൊരു കൂന പോലെ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കൂന പോലെ ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറേ കൂനകൾ നമുക്കൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 8-9 കൂനയോളം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടിവളമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റെറാമിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കൂനയുടെ മുകളിലായിട്ടാണ് സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെയും സ്റ്റെറാമിൽ ഇട്ടതിന് ശേഷം കുത്തി ഇളക്കിയിട്ടായാലും കൂന കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റെറാമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മണ്ണ് വെട്ടിയിട്ട് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലാത്തിനും നമ്മൾ സ്റ്റെറാമിൽ ഇട്ട് കൊടുത്ത് ഒന്ന് മണ്ണിട്ട് കൊടുക്കാം. കൂനയുടെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം. കപ്പ നടാനായിട്ടുള്ള സ്ഥലമെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ നടാനായിട്ടുള്ള കപ്പക്കൊമ്പൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് കപ്പ പറിക്കണ സമയത്ത് വെട്ടി വെച്ചേക്കണമെന്നില്ല. അപ്പോൾ ഈ പശയില്ലാത്ത കൊമ്പ് ഇതുപോലെ നമുക്ക് കുത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൊമ്പിൻ്റെ അടിവശം ഒന്ന് വെട്ടിക്കളയാം. കടിവശം ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഈ പശയോടുകൂടി വേണം കേട്ടോ നമുക്ക് മണ്ണിലേക്ക് കുത്തി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പശയുണ്ട്. ആ പശയോട് കൂടി വേണം നമുക്ക് മണ്ണിനടിയിലേക്കായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 5 മുട്ട് നീളത്തിലൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കമ്പ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൊമ്പൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ കപ്പ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കപ്പക്കൊമ്പ് മുറിച്ച് കഴിയുമ്പോൾ പലർക്കും പറ്റുന്നതാണ് നമ്മൾ ഈ കപ്പക്കൊമ്പിൻ്റെ അടിവശം മുകൾ വശം അടിയിലേക്കായിട്ട് താത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ടൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കപ്പക്കൊമ്പ് എടുത്ത് നിവർത്തി പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഈ മുട്ടിൻ്റെ മുകളിലേക്ക് ചെറിയ മുള വന്നേക്കണ പോലെ കാണാൻ പറ്റും. അപ്പോൾ ആ വശം വേണം കേട്ടോ മുകളിലേക്ക് വരാൻ.
മറ്റേ വശം അടിയിലേക്കും പോകണം. അതുപോലെ ഈ അടിയിലേക്ക് പോകണ വശത്തിൻ്റെ നമ്മൾ വെട്ടുമ്പോൾ ഇങ്ങനെ ഒപ്പായിരിക്കില്ല, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കില്ല വന്നേക്കണം. അപ്പോൾ നമുക്കതൊന്ന് കത്തിക്ക് ചെത്തിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന വശമൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊമ്പൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിനി കൊമ്പുകൾ മണ്ണിനടിയിലേക്കൊന്ന് താത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 മുട്ട് മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ ഞാനിതൊന്ന് താത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പതുക്കെ ഒന്ന് അല്പം മണ്ണ് സൈഡിൽ കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ കപ്പ കുത്തി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വന്ന ഈ വെളുത്ത ചോറ് പോലെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമുക്ക് അല്പം മണ്ണ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ കൊമ്പുകളെല്ലാം ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ ഈ കമ്പുകൾ അത്യാവശ്യം അകലത്തിലാണ് കേട്ടോ കുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. ഓരോ കപ്പ് കൊമ്പും കുത്തിയേക്കുന്നതിൻ്റെ ഇടയിൽ സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുമ്മായം ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് കൊത്തി ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പിൽ പയർ നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പയർ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മണ്ണൊന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം ഈ പയർ ഒരു 3 പയർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പയർ എല്ലായിടത്തും നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പ അറി വെച്ച് വരുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമുക്ക് ഈ പയറിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്യാം. അതിനുശേഷം പയറിൻ്റെ ഇലയും ചപ്പമൊക്കെ നമുക്ക് ആ കപ്പ കൃഷിക്ക് പറിച്ചിട്ട് കൊടുത്ത് അത് വളമാവുകയും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്